നമുക്ക് ഏവർക്കും അദ്ദേഹത്തെ നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. മലയാളത്തിന്റെ പ്രിയ നടൻ, ഭാരതത്തിന്റെ അഭിമാനം പത്മശ്രീ മമ്മൂട്ടി ഇതാ ഈ വേദിയെ ധന്യമാക്കാൻ എത്തിക്കഴിഞ്ഞു. നമുക്ക് ഏവർക്കും അദ്ദേഹത്തെ ഹൃദ്യമായി സ്നേഹമായി സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യാം. കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ആരംഭിക്കുകയാണ്. ബഹുമാന്യരെ, 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനം നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചതനുസരിച്ച് തന്നെ കൃത്യം 5 മണിക്ക് ആരംഭിക്കുകയാണ്. ജനുവരി 4-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഈ മാമാങ്കം കഴിഞ്ഞ 5 ദിവസമായി കൊല്ലത്തെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദ്ഘാടന വേദിയിലുണ്ടായതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് 24 വേദികളിലായിട്ട് കൊല്ലത്തും ഉള്ളവരും കൊല്ലത്തേക്ക് വന്നവരും ചേർന്ന് ഇത് അവിസ്മരണീയമായ ഒരു ഉത്സവമാക്കി മാറ്റി. കൊല്ലത്തെക്കുറിച്ചുള്ള സ്നേഹോഷ്മളമായ ഓർമ്മകളുമായാണ് ഓരോരുത്തരും ഈ നഗരം വിടുന്നത്. ഈ കരുതലിനും സ്നേഹത്തിനും കൊല്ലത്തോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. മഹാസമ്മേളനം ആരംഭിക്കുകയാണ്. അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ചടങ്ങിൽ സ്വാഗതം പറയുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ ഷാനവാസ് IAS ആണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവർകൾ, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവർകൾ, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടി അവർകൾ, ബഹുമാന്യനായ പത്മശ്രീ മമ്മൂട്ടി, ബഹുമാന്യപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ അവർകൾ, ബഹുമാനപ്പെട്ട സാംസ്കാരിക മത്സ്യബന്ധന യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർകൾ, ബഹുമാനപ്പെട്ട ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി J ചിഞ്ചുറാണി അവർകൾ, ബഹുമാനപ്പെട്ട കൊല്ലം മേയർ ശ്രീമതി പ്രസന്ന ഏണസ്റ്റ്, ബഹുമാനപ്പെട്ട കൊല്ലം MLA ശ്രീ M മുകേഷ് അവർകൾ, ബഹുമാനപ്പെട്ട ഇരവിപുരം MLA ശ്രീ M നൌഷാദ് അവർകൾ, ബഹുമാനപ്പെട്ട പുനലൂർ MLA ശ്രീ PS സുബാൽ അവർകൾ, ബഹുമാനപ്പെട്ട MLA ശ്രീ കോവൂർ കുഞ്ഞുമോൻ അവർകൾ, ബഹുമാനപ്പെട്ട കുണ്ടറ MLA ശ്രീ PC വിഷ്ണുനാഥ് അവർകൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ,
ഈ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ 5 ദിനരാത്രങ്ങൾ ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഈ കലോത്സവത്തിന് കൊടിയിറങ്ങുന്ന ഈ വേളയിൽ ഔപചാരികമായ സ്വാഗതം രേഖപ്പെടുത്തുന്നതിന് മുമ്പ് കലോത്സവത്തെക്കുറിച്ചും കൊല്ലത്തെക്കുറിച്ചും കൊല്ലത്തെ ജനങ്ങളെക്കുറിച്ചും ഒരു വാക്ക്. കലോത്സവത്തിൻ്റെ പിന്നണി പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മാസങ്ങൾക്ക് മുമ്പാണ്. വേദികളും കുട്ടികൾക്ക് താമസിക്കുവാനുള്ള ഇടങ്ങളുമെല്ലാം തന്നെ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നുവെങ്കിലും അവയെല്ലാം തന്നെ അവസാന ഘട്ടത്തിലെത്തിയത് 1 മാസം മുമ്പായിരുന്നു. വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിനൊപ്പം തന്നെ ആശങ്കകളോടുകൂടിയാണ് കൊല്ലത്തെ കലോത്സവത്തെ സമീപിച്ചത്. പക്ഷേ അത്തരം ആശങ്കകളെല്ലാം തന്നെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും നേതൃത്വം ഏറ്റെടുത്തതോടെ അകലുകയാണ് ഉണ്ടായത്. ഈ 2 മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ അതുപോലെ തന്നെ ജില്ലയിലെ മറ്റു മന്ത്രിമാരുടെ സഹകരണത്തോടു കൂടി വിവിധ MLAമാരുടെ നേതൃത്വത്തിൽ 20ഓളം കമ്മിറ്റികൾ വിളിച്ചുകൂട്ടുകയും അധ്യാപക സംഘടനകളുടെ നേതാക്കന്മാരുടെ കൺവീനർഷിപ്പിൽ ഈ കമ്മിറ്റികളെല്ലാം തന്നെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ തികഞ്ഞ ഏകോപനത്തോടെ തികഞ്ഞ നിയന്ത്രണത്തോടു കൂടി അവ പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഈ കലോത്സവം എങ്ങനെ നടത്തുമെന്നുള്ള സംബന്ധിച്ചിട്ടുള്ള വകുപ്പിൻ്റെ ആശങ്കകളെല്ലാം നീങ്ങുകയാണ് ഉണ്ടായത്. സംഘാടക സമിതി ഓഫീസിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയും നിത്യ സന്ദർശകരെന്ന് മാത്രമല്ല അവർ അവിടെ തന്നെ തമ്പടിച്ചുകൊണ്ട് കലോത്സവത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും തികഞ്ഞ മേൽനോട്ടം വഹിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. കൂടാതെ ബഹുമാനപ്പെട്ട വർക്കിംഗ് കമ്മിറ്റി ചെയർമാനും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള കൊല്ലം ഇരവിപുരം MLAമാർ കൂടി വളരെ സജീവമായി ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയുണ്ടായിട്ടുണ്ട്. എല്ലാ MLAമാരും വളരെയധികം നേതൃപരമായ പങ്ക് വിവിധ കമ്മിറ്റികളുടെ ചെയർമാൻമാർ എന്നുള്ള നിലയിൽ ഈ കലോത്സവത്തിൽ നൽകിയുണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മേയറുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ്റെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണ സംവിധാനവും പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് സംവിധാനവും എല്ലാ സഹായവുമായി മുന്നോട്ട് വരികയുണ്ടായി. ജില്ലയിലെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ, യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാർ, ഓട്ടോറിക്ഷ തൊഴിലാളികളടക്കമുള്ള വിവിധ വിഭാഗങ്ങൾ, എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റുകൾ എല്ലാവരും തന്നെ എല്ലാ പിന്തുണയും ഈ കലോത്സവത്തിന് നൽകി. കലോത്സവത്തിൻ്റെ ആരംഭത്തിൻ്റെ തലേ ദിവസം നടത്തിയ കലോത്സവ സ്വർണ്ണക്കപ്പ് ട്രോഫിയുടെ വരവ് കൊല്ലം ജില്ലയിൽ വലിയൊരു വിജയമായിരുന്നു. ഓരോ പോയിന്റിലും സ്കൂളുകളിലും ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികളും അതുപോലെ തന്നെ അധ്യാപക അനധ്യാപക സഹപ്രവർത്തകരും കൊല്ലം മഹോത്സവം ഒരു വൻ വിജയമാക്കി എന്നതിൽ ഈ കമ്മിറ്റികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും വലിയ ഒരു പങ്കാണുള്ളത്. അതുപോലെ തന്നെ NCC